SSLC +2 പരീക്ഷകളിൽ ഉയർന്ന വിജയം നേടിയ പ്രിയപ്പെട്ട എന്റെ കൊച്ചനുജന്മാരെ, അനുജത്തിമാരെ, സുഹൃത്തുക്കളെ, മയൂഖം ഹരിപ്പാട് നിയോജകമണ്ഡലത്തിലെ കുട്ടികൾക്ക് ഒരു സ്വപ്നമാണ്. ഓരോ വർഷവും മയൂഖത്തിന്റെ അവാർഡ് കിട്ടാൻ വേണ്ടി മത്സരിച്ച് പഠിക്കുന്ന കുട്ടികൾ എന്റെ ഈ മണ്ണിലുണ്ട്. പലരും എന്നെ കാണുമ്പോൾ പറയുന്നു, ഞങ്ങൾ ഇത്തവണ +2 പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടും, ഞങ്ങൾ മയൂഖം നേടും എന്ന ആവേശത്തോടെ പറയുന്ന പെൺകുട്ടികളെയും ആൺകുട്ടികളെയും എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ മയൂഖം ഒരു പ്രസ്റ്റീജിയസ് അവാർഡായി ഇന്ന് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. കുട്ടികളുടെ സ്വപ്നങ്ങളിൽ മയൂഖം അവാർഡ് നേടാൻ വേണ്ടിയിട്ടുള്ള കരുത്ത് ആർജിക്കുക എന്നുള്ളതാണ് ഈ മണ്ഡലത്തിലെ കുട്ടികൾ പ്രഥമ പരിഗണന നൽകിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, വിദ്യാർത്ഥി ജീവിതമാണ് ഏറ്റവും സുന്ദരമായ കാലഘട്ടം. ജീവിതത്തിലെ ഈ സുന്ദരമായ കാലഘട്ടം നമുക്ക് തിരിച്ചു കിട്ടില്ല. ഇവിടെയാണ് സന്തോഷപൂർവ്വം വിജയങ്ങളിൽ നിന്ന് വിജയങ്ങളിലേക്ക് നമുക്ക് കുതിച്ചു പായേണ്ടതായിട്ടുള്ളത്. SSLC +2 പരീക്ഷകളിൽ സമ്പൂർണ്ണ വിജയം നേടിയ, A+ നേടിയ എല്ലാ വിദ്യാർത്ഥികളെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. നിങ്ങളുടെ ഭാവി ഇവിടെ നിന്നാണ് രൂപപ്പെടേണ്ടത്. നാളെ ഭാവിയിൽ എന്താകണം എന്നുള്ള ചിന്തയോടുകൂടി ഓരോരുത്തരും സ്വപ്നങ്ങൾ നെയ്തെടുക്കണം. നിങ്ങൾ ആ ഭാവിയിലേക്ക് കണ്ണു നട്ടുകൊണ്ട് പ്രവർത്തിക്കണം. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വലിയ വെല്ലുവിളികൾ നമ്മൾ ഓരോരുത്തരും നേരിടുന്നുണ്ട്. എത്ര വലിയ ആളാണെങ്കിലും ആ വെല്ലുവിളികളെ നേരിടാതെ നമുക്ക് പോകാൻ കഴിയില്ല. The question is how to translate these challenges into opportunities. ഈ വെല്ലുവിളികളെ എങ്ങനെ അവസരങ്ങളാക്കി മാറ്റാം എന്നുള്ളതാണ് ഓരോരുത്തരും ചിന്തിക്കേണ്ടത്. വെല്ലുവിളികളെ അവസരങ്ങളാക്കി മാറ്റുന്നവർക്കാണ് ജീവിത വിജയം കൈവരിക്കാൻ കഴിയുന്നത്. അതിനുവേണ്ടി എല്ലാവരും പരിശ്രമിക്കണം എന്ന് മാത്രമാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. എന്റെ പ്രസംഗം നിങ്ങൾ എപ്പോഴും കേൾക്കുന്നതാണ്. ഇവിടെ വന്നിട്ടുള്ള വിശിഷ്ടാതിഥികൾ ഓരോ രംഗത്തും സ്വന്തം കഴിവുകൾ തെളിയിച്ചിട്ടുള്ളവരാണ്. അവരുടെ പ്രസംഗമാണ് ഇവിടെ കേൾക്കുന്നത്. രൂപ രേവതിയുടെ വയലിൻ കേൾക്കാൻ നിങ്ങൾക്കൊക്കെ താല്പര്യമില്ലേ? അതോടൊപ്പം തന്നെ ചിത്ര അരുണിന്റെ പാട്ടുകൾ കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമില്ലേ? രാജീവ് ആലിംഗന്റെ കവിത കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമില്ലേ? ഫുട്ബോൾ ലോകകപ്പിന്റെ ഫൈനൽ ദിനത്തിൽ കേരളത്തിലെ ഫുട്ബോൾ ക്യാപ്റ്റന്റെ പ്രസംഗം കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമില്ലേ? സന്തോഷ് ജോർജ് കുളങ്ങര ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിക്കുന്ന ധീരനായ ഒരു സഞ്ചാരിയാണ്. ആ സഞ്ചാരിയുടെ വാക്കുകൾ കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടാവില്ലേ? എല്ലാത്തിനും ഉപരിയായി കേരള ഹൈക്കോടതിയിൽ ധീരമായി നീതിക്ക് വേണ്ടി പടപൊരുതുന്ന ന്യായാധിപനായ നമ്മളെല്ലാവരും ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ പ്രസംഗം കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുകയാണ്. ശ്രീ ദേവൻ രാമചന്ദ്രനെ എന്ന പ്രഗത്ഭനായ അഭിഭാഷകനെ ആയി, ജഡ്ജിയായി കേരളത്തിന്റെ ഹൈക്കോടതിയിൽ നീതി ദേവതയോട് പൂർണ്ണമായി നീതി പുലർത്തുന്ന അദ്ദേഹത്തെ ഞാൻ ഈ ചടങ്ങിൽ വിളിച്ചപ്പോൾ സന്തോഷത്തോടെയാണ് അദ്ദേഹം ഈ ചടങ്ങിലേക്ക് വരാമെന്ന് പറഞ്ഞത്. ഹരിപ്പാട്ടെ ജനങ്ങൾക്ക് വേണ്ടി അദ്ദേഹത്തെ ഹാർദവമായി സ്വാഗതം ചെയ്യാനായി കഴിഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ കേരളത്തിലെ ജനങ്ങൾ അദ്ദേഹത്തിന്റെ ജഡ്ജ്മെന്റുകൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന നിമിഷങ്ങളുണ്ടായിട്ടുണ്ട്. പലപ്പോഴും ആളുകൾ ഗൗരവത്തോടെയും സാഹൂതത്തോടെയും നോക്കി നിൽക്കാറുണ്ട്. നിയമത്തിന്റെ മുന്നിൽ ഒരിക്കലും പതറാതെ നിന്നുകൊണ്ട് നീതി ദേവതയെ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് സമൂഹത്തിന് നീതിബോധവും ന്യായവും നീതിയും നടപ്പാക്കുന്ന ആ മഹാനായ ജഡ്ജി ദേവൻ രാമചന്ദ്രൻ ഹരിപ്പാട് വന്നത് എന്തുകൊണ്ടും നമുക്കെല്ലാവർക്കും സന്തോഷം നൽകുന്ന കാര്യമാണ്. 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടുന്ന
നീതിവാക്യത്തിന് എന്നും ഉയർത്തിപ്പിടിക്കുന്ന അദ്ദേഹത്തിന്റെ ഈ സാന്നിധ്യം നമുക്കെല്ലാവർക്കും ആവേശവും സംതൃപ്തിയും നൽകുന്ന ഒന്നാണ്. ഞാൻ എന്റെ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. എല്ലാ വർഷവും ഇവിടെ നിന്ന് പഠിച്ച് മിടുക്കന്മാരും മിടുക്കികളുമായി മാറുന്ന കുട്ടികളോട് അവർക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്മാനം ഈ ആദരവ് തന്നെയാണ്. ഈ ആദരവ് നിങ്ങൾക്ക് പുതിയ പ്രതീക്ഷകൾ നൽകണം. ഭാവിയിലേക്ക് കണ്ണു നട്ടുകൊണ്ട് സ്വപ്നങ്ങൾ നെയ്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ മയൂഖം നിങ്ങൾക്ക് നൽകുന്ന ഈ കരുത്ത്, ആ കരുത്താണ് ഞങ്ങൾ ഇന്ന് ഈ പരിപാടിയിൽ കൊണ്ട് ആഗ്രഹിക്കുന്നത്. ഇന്ന് നമുക്കറിയാം, യുവസമൂഹം കടുത്ത വെല്ലുവിളി നേരിടുന്നു. മയക്കുമരുന്നിന്റെ അടിമകളായി നമ്മുടെ കുട്ടികൾ മാറരുത് എന്ന ലക്ഷ്യത്തോടെയാണ് കേരള ഗവൺമെന്റ് ഓപ്പറേഷൻ തുഫാൻ എന്ന ഒരു പദ്ധതി ആരംഭിക്കുന്നത്. ഓപ്പറേഷൻ തുഫാൻ നിങ്ങൾക്ക് വേണ്ടിയാണ്, ഭാവി തലമുറയ്ക്ക് വേണ്ടിയാണ്, ഈ നാടിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ്. അതിനുവേണ്ടി ജീവിതത്തിൽ ഒരിക്കലും ലഹരി ഉപയോഗിക്കില്ല എന്നുള്ള പ്രതിജ്ഞയുമായി നമുക്ക് മുന്നോട്ട് പോകാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ വാക്ക് നിർത്തുന്നു.